Hi all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What is next in your life? നിങ്ങളുടെ ലൈഫിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്കുള്ള ഇമ്പോർട്ടന്റ് മെസ്സേജ് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വെരി സൂൺ സംഭവിക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആസ് യൂഷ്വൽ 3 ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിനോടാണോ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് ഓർ ഏത് ക്യാൻഡിൽ ആണോ സെലക്റ്റഡ്, സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. Alright, let's start with group number 1. Hey, group number 1, what is next in your life? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് വെരി സൂൺ? എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ്? ഗ്രൂപ്പ് നമ്പർ 1, what major blessings are coming to you? Group number 1, let's see what is next in your life. Group number 1, what's next in your life? Group number 1, what I can see is നിങ്ങൾ നല്ലൊരു പ്രൊട്ടക്ടർ ആവുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഗാർഡിയൻ ആവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കാം, അവർ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്, അത് വളരെ നല്ല രീതിയിൽ നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങളുടെ ലൈഫിന്റെ പല ഏരിയാസിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു പാരന്റിങ് ക്വാളിറ്റി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു നല്ലൊരു പാരന്റ് ആവാനും നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളുടെ ഇന്നർ ചൈൽഡ് സിറ്റുവേഷൻ ആയിട്ട് വർക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീലിങ്സ്, ഇമോഷൻസ് അത് നല്ല രീതിയിൽ മനസ്സിലാക്കി ഗൈഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരുത്തുന്ന കാര്യങ്ങളാണ്. ചില ആളുകൾക്ക് നിങ്ങൾ അതുപോലെ ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾ ആരുടെയെങ്കിലും റെസ്പോൺസിബിലിറ്റി വളരെ സന്തോഷമായിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഏറ്റെടുക്കുന്നതായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നാച്ചുറലി നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നേച്ചർ നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിരിക്കാം. സോ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങളെക്കാളും യങ്ങർ ആയിട്ടുള്ള വ്യക്തി. ഓർ നിങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ, നിങ്ങളുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നേച്ചർ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും ആസ്വദിക്കാനും പോകുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്കും അതുപോലെ നിങ്ങൾക്കും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രം എന്നുള്ളതല്ല, അതിൻ്റെതായിട്ടുള്ള ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ പൊസിഷനിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. സോ ജോബിലായിരിക്കാം, പ്രൊമോഷനിലേക്ക് വരുന്നതായിരിക്കാം, നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. സോ അത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. സിംഗിൾ പാരന്റ് ആയിരിക്കാം, സിംഗിൾ മദർ, വളരെ നന്നായിട്ട് കാര്യക്ഷമതയോട് കൂടിയിട്ട് ലൈഫിൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു ബോൾഡ് ആയിട്ടുള്ള, കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്സ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള ഫീലിംഗ്സ് നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഫീലിംഗ്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. വളരെ ഒരു ബേസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് മുന്നോട്ട് വരുന്ന സമയത്ത്. ഓക്കെ, അത് നിങ്ങളുടെ ഇമോഷൻസിന്റെ മേലിലാണ്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ നല്ലൊരു കോൺഫിഡൻസ്, ബോൾഡ് ആയിട്ടുള്ള ഒരു നേച്ചർ, ഒരു ഇഷ്ടം ഒക്കെ ലൈഫിനോടൊക്കെ തോന്നുന്നത്, അല്ലെങ്കിൽ ലൈഫിനോട് ഇഷ്ടം തോന്നുന്ന ചില കാര്യങ്ങള്, ചില ആളുകൾ എന്തോ ഒരു കാര്യം നിങ്ങൾ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് കാണുന്നുണ്ട്. അത് ചില ആളുകൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരികയായിരിക്കാം. ഓക്കെ, സോ നിങ്ങളെക്കാളും യങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ യങ് ആയിട്ടുള്ള എനർജി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇമ്പാക്ട് കൊണ്ടുവരുത്തുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള കമ്പനി നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം, നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ആളുകളായിട്ടുള്ള സൗഹൃദങ്ങളോ ഓർ നിങ്ങൾ അതുപോലത്തെ ആളുകളെ മീറ്റ് ചെയ്യുന്നതോ ഓർ നിങ്ങളുടെ കുട്ടികളായിരിക്കാം, അവരായിട്ട് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, ഓർ ഈ ഒരു വ്യക്തി നിങ്ങൾ ഒരുപാട് ഏതൊക്കെയോ രീതിയിൽ അവേക്കൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിൾ നേച്ചർ, മാസ്കുലൻ ഫെമിനൻ എനർജി ഒക്കെ വളരെ അവേക്കൻ ചെയ്യാൻ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഒന്നുകിൽ നിങ്ങൾക്ക് എന്തിനോടെങ്കിലും തോന്നുന്ന ഒരു ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി കാരണമായിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ അത്രയ്ക്കും കോൺസെൻട്രേഷൻ പോകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട് മുന്നോട്ട് വരുന്ന സമയത്ത്. നിങ്ങൾക്ക് ഇത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഡെഡിക്കേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ഏറ്റവും നല്ലൊരു എഫേർട്ട് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ കൊണ്ടുവരുന്നുണ്ട്.
അത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച റിസൾട്ട് തരുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ വീണ്ടും ചില കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം, വീണ്ടും ഒരു ട്രാക്കിലേക്ക് വരുന്നതായിരിക്കാം. അതിന് നിങ്ങളുടെ ഒരു പരിശ്രമം തന്നെ അവിടെ ഉണ്ടാവുന്നുണ്ട്. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത്ര ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിനോട്. ഗ്രൂപ്പ് നമ്പർ 1. സോ അതാണ് നിങ്ങൾ നിങ്ങളുടെ കംപ്ലീറ്റ് എഫേർട്ട് കൊടുക്കുന്നുണ്ട്. ഫിസിക്കലി, മെന്റലി, ഇമോഷണലി നിങ്ങൾ ഇൻവോൾവ് ആവുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ ചില ആളുകൾക്ക് എന്തെങ്കിലും എയിം നിങ്ങൾ വെക്കുന്നുണ്ടായിരിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാ രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം ആ ഒരു കോർഡിനേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ പല ആളുകൾക്കും ഫേസ് ചെയ്യുന്നത് നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം, പക്ഷെ അത് ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കാം. നമുക്ക് അതിനോടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വരുന്ന സമയത്ത് എല്ലാം കൊണ്ടും നിങ്ങൾക്കൊരു കാര്യത്തിനോട് അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാ രീതിയിലും കണക്റ്റഡ് ആവാണ്. എല്ലാ രീതിയിലും നിങ്ങൾ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി നിങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട്. ദാറ്റ്സ് ഗോണ ചേഞ്ച് യുവർ ലൈഫ്. ഗ്രൂപ്പ് നമ്പർ 1. നിങ്ങൾ പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1. സോ അത് മേ ബി നിങ്ങൾ ഇത്ര കാലമായിട്ട് ശീലിച്ചിട്ടുണ്ടാവില്ല. സോ നിങ്ങൾ അത്ര മനസ്സിന് സന്തോഷമായിട്ട് ഒരു കാര്യം, അത് സ്നേഹമാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും നിങ്ങൾ ചില ആളുകളായിട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങളായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ റെഡി ആവുന്നുണ്ട്. സോ അത് മേ ബി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ആരുടെ അടുത്തെങ്കിലും സംസാരിക്കുന്നതായിരിക്കാം. അങ്ങനത്തെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനോ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചില ആളുകൾക്ക് നിങ്ങളുടെ ചില വൾനറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് മേ ബി നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് നിങ്ങൾ പറയുന്നതായിരിക്കാം. അത് മേ ബി ഒരുപാട് ഇൻസ്പയർ ആവുന്നതായിരിക്കാം. ഓൾറൈറ്റ്. സോ നിങ്ങൾക്ക് കേൾക്കാൻ ആളുകൾ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളെ കാണാൻ ആളുകൾ ഉണ്ടാവുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാർഡ് വർക്ക്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന സമയമാണ്. ഗ്രൂപ്പ് നമ്പർ 1. ചില കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഏറ്റവും സന്തോഷമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ മനസ്സ് നിറഞ്ഞ് കൊടുത്തു വാങ്ങുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1. ഓൾറൈറ്റ്. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ചില കാര്യങ്ങൾ, എക്സാക്ട്ലി നിങ്ങൾക്ക് വേണ്ട ചില കാര്യങ്ങൾ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി വന്ന് പരിശ്രമിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ എക്സാക്ട്ലി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ആൻഡ് ഫൈനലി ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിനോട് ഇഷ്ടം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ട്, നിങ്ങളുടെ ഒരു ആഗ്രഹമായിട്ട് ഉണ്ടായിരിക്കാം. ഓക്കെ. സോ അത് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല, വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവില്ല. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കണം, നിങ്ങൾ ഒന്ന് കൂടുതൽ ജോബിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, പക്ഷെ എക്സാക്ട്ലി നിങ്ങൾ എത്തേണ്ടതായിട്ടുള്ള ഒരു പൊസിഷൻ, കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ തോന്നുന്ന ജോബ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിച്ചിട്ടുണ്ടാവില്ല, ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവില്ല, ഒരു കംപ്ലീറ്റ് ഹാപ്പിനെസ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കില്ല. സോ അതിൽ എന്തോ ഒരു ഹാർഡ് വർക്ക് നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരിക്കണം. മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് സാധിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ഡിവൈൻ ആയിട്ട് തന്നെ, ബിക്കോസ് യു ട്രൂലി ഡിസേർവ് ദിസ്. അത് നിങ്ങൾ ജോബോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പോ, എസ്പെഷ്യലി ആളുകൾക്ക് സ്നേഹം കൊണ്ട് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ കാത്തിരിപ്പിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്കിനോ നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഇന്റൻഷനോ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ സംഭവിക്കുന്നുണ്ട്. റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, സ്നേഹം നിങ്ങൾ ഷെയർ ചെയ്യാൻ പോവാണ്. ഗ്രൂപ്പ് നമ്പർ 1. ചില കമ്മിറ്റ്മെന്റ്സിലേക്ക് വരുന്നുണ്ട്. അത് ജോബിലായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം. എക്സാക്ട്ലി പാർട്ട്ണർഷിപ്പ് ആൻഡ് കമ്മിറ്റ്മെന്റ്. ചില ആളുകൾക്ക് അത് മാരേജ് ആണ്, റിലേഷൻഷിപ്പ് ആണ്. ഫൈനലി നിങ്ങൾ നിങ്ങളുടെ ഒരു റൈറ്റ് പേഴ്സണെ മീറ്റ് ചെയ്യുന്നതാണ്. ഫൈനലി നിങ്ങൾ കൺഫേം ചെയ്യുന്നതാണ് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഓക്കെ, ദിസ് ഇസ് മൈ മാൻ, ദിസ് ഇസ് മൈ വിമൻ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഒരു പാർട്ട്ണർഷിപ്പിലായിരിക്കാം. ഓക്കെ. വർക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ പ്രൊമോഷൻ ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. സോ നിങ്ങൾ എത്ര മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം അങ്ങനെ ഉണ്ടെങ്കിൽ. ഓക്കെ. സോ നിങ്ങൾ എന്തൊരു സിറ്റുവേഷനിൽ ചേഞ്ച് ചെയ്യണം, നിങ്ങൾ ഒന്നെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കാം, ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം. നിങ്ങൾക്ക് എന്തോ ഒരു അത്ര മനസ്സിന് ഇഷ്ടം തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. സോ അതിൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അതിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആവുന്നുണ്ട്. നിങ്ങളുടെ എഫേർട്ട് റൈറ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം അതിന് വേണ്ടിയിട്ട് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആണ് അതിന് ഉണ്ടാവുന്നത്. ഓക്കെ. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നതും നിങ്ങൾ സൈലന്റ് ആയിട്ട് വെക്കുക. കാരണം മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, നിങ്ങൾ ചില പ്ലേസിൽ നിന്നൊക്കെ ഡിറ്റാച്ച്ഡ് ആവേണ്ടതായിട്ടുണ്ട്. ഓക്കെ. സോ ചില പ്ലേസിലൊക്കെ സൈലന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് മേ ബി നിങ്ങളുടെ കൂടെയുള്ള ആളുകളായിരിക്കാം. ഓക്കെ. നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ കൂടെ തന്നെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്ക് അവരായിട്ടുള്ള ഇന്ററാക്ഷൻ കഴിയുന്നതും കുറയ്ക്കുക. നിങ്ങൾ നിങ്ങളിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് നല്ലതായിരിക്കാം. ഗ്രൂപ്പ് നമ്പർ 1. ഓൾറൈറ്റ്.
So let's see what is next in your life. What's the other message for group number 1? So പേടി, ആങ്സൈറ്റി അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കഴിയുന്നതും കൺട്രോൾ ചെയ്യാം. എസ്പെഷ്യലി ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പേടി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെയുള്ള ആളുകള് ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നതോ ഓർ മേ ബി നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ടൈം ഒരുപാട് എടുക്കുന്ന നിങ്ങൾ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ചില ആളുകളോ സിറ്റുവേഷനോ ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്. സോ ഫോക്കസ് ഓൺലി ഓൺ യുവർ സെൽഫ്. ഓക്കെ, ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എയിം ഉണ്ട്, അതിൽ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ ആളുകൾ കാരണം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് വലിയൊരു ശ്രദ്ധ കൊടുക്കാതിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ട് ആളുകളായിട്ട് ഷെയർ ചെയ്യാം. ഓൾറൈറ്റ്, സോ ഗ്രൂപ്പ് നമ്പർ 1 എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, മുന്നോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റ് മുതൽ നിങ്ങളുടെ എന്ത് ആഗ്രഹമാണെന്നുണ്ടെങ്കിലും, അത് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ ഒരു മാരേജ് സിറ്റുവേഷനിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കാം, ഒരു പാർട്ട്ണർഷിപ്പ്, കരിയർ സിറ്റുവേഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എക്സാക്ട് ജോബ് ഉണ്ടായിരിക്കണം, നിങ്ങൾ കമ്പനി, നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലേസ് ആയിരിക്കാം. ഓക്കെ, അതിൽ മാത്രം നിങ്ങൾക്ക് എന്തൊക്കെ എഫേർട്ട് കൊടുക്കാൻ സാധിക്കും അത്ര മാത്രം നിങ്ങൾ ചെയ്യാം. മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ എഫേർട്ട് മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് പ്രോമിസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രോസ്പെരിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് യു ട്രൂലി ഡിസേർവ് ദിസ് ഗ്രൂപ്പ് നമ്പർ 1. വെറുതെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വെറുതെ ഒരു മൂലയ്ക്കിൽ ഇരുന്ന് കരഞ്ഞ് സങ്കടപ്പെട്ട് ഇമോഷണലി നിൽക്കരുത്. ആൻഡ് അത് നിങ്ങൾക്ക് ഒരു രീതിയിലും വർക്ക് ആവില്ല. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ എഫേർട്ട് ഇടണം. ഓക്കെ, സോ നിങ്ങളുടെ ചില ഹാബിറ്റ്സ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത്രമാത്രം നിങ്ങൾ ചെയ്യാം. നിങ്ങൾ നല്ലൊരു പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്നുണ്ട്, എസ്പെഷ്യലി മാരേജ്. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് സിറ്റുവേഷനിലേക്ക് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു ഫൗണ്ടേഷൻ നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് സംഭവിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1 അത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. മേ ബി നിങ്ങൾ നിങ്ങളുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള പാർട്ട്ണറെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതായിരിക്കാം. മാരേജ് ആയിരിക്കാം ചില ആളുകൾക്ക്, കമ്മിറ്റ്മെന്റ്, ഓർ നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ്. ഓക്കെ, സോ പല സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ, നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് വേണ്ടത്. ഓർ ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. ചില പ്ലേസ് നിങ്ങൾക്ക് അറിയാം, ഈ ഒരു ടൈമിൽ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഒരേ ഒരു വാതിൽ ഉണ്ടായിരിക്കാം അല്ലെ. സോ അത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ജോബിലോ ചില കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ, ചില ഡിസിഷൻസ് എടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ, ചില ആക്ഷൻസ് എടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഡു ഇറ്റ്. ഒന്ന് ശ്രമിച്ചു നോക്കുക. മേ ബി നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വരുന്ന സമയത്തായിരിക്കാം ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നിങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസിലേക്ക് തുറക്കേണ്ടതായിട്ടുള്ള ഒരു ഡോർ നിങ്ങൾ ഓൾറെഡി അറിയാം. നിങ്ങൾക്ക് അത് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ചില ആളുകളായിരിക്കാം. ഓക്കെ, ചില വ്യക്തികൾ. I'm talking about the right situation, right people. Group number 1. So അനാവശ്യമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നിട്ട് അവിടെ പോയിട്ട് തുറക്കാത്ത വാതിൽ തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഓക്കെ, സോ ചില ആളുകൾക്ക് ആ ഒരു റൈറ്റ് ഇൻറ്റ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ദിസ് ഇസ് ദ മെസ്സേജ് ഫോർ ദം. സോ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഓർ നിങ്ങൾക്ക് അറിയാം എന്തോ ഒരു കാര്യം നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ട്രസ്റ്റ് ഇറ്റ്. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ എന്തൊരു കാര്യം ഗിവ് അപ്പ് ചെയ്യുന്നില്ല. എസ്പെഷ്യലി നിങ്ങളുടെ പ്രോസ്പെരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഫൈനാൻഷ്യൽ ഓർ ലോങ് ടേം കമ്മിറ്റ്മെന്റ് സിറ്റുവേഷൻ, അത് മാരേജ് പോലത്തെ ആയിരിക്കാം. ഓർ ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു പ്രോസ്പെരിറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുത്തുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുത്തുന്ന എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട്. ഓക്കെ, അത് ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നതായിരിക്കാം. ഓക്കെ, വളരെ റെയർ ആയിട്ടുള്ള എന്തെങ്കിലും എക്സാംസ് നിങ്ങൾ പഠിക്കുന്നതായിരിക്കാം. ഓർ നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സാംസ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, പക്ഷെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പരിശ്രമിക്കുന്നത് അത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലെവലിൽ കൊണ്ടുവരുത്തുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തുന്ന കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 1. സ്പിരിച്വൽ യൂണിയൻ. സോ ചില ആളുകൾക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇറ്റ്സ് മെയിൻ ഏരിയ വെയർ യു നീഡ് ടു ഫോക്കസ്. ഗ്രൂപ്പ് നമ്പർ 1
ബിക്കോസ് ചില ആളുകൾക്ക് നല്ല റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഓൾറെഡി കാണുന്നുണ്ട്. സോ നിങ്ങൾ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. എക്സ്പ്രസ് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം വരുന്നുണ്ട്. സോ അത് വരുന്ന സമയത്ത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം. പക്ഷെ ഗ്രൂപ്പ് നമ്പർ 1 ഇത് നിങ്ങൾ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഇല്ലാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് എടുക്കാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കരുത്. കാരണം ചില ആളുകൾക്ക് ഒരു ട്രാപ്പിന്റെ പുറത്തേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് മേ ബി നിങ്ങൾ ഇത്ര കാലമായിട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഹാബിറ്റോ സിറ്റുവേഷനോ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളോ ആയിരിക്കാം. സോ അത് നിങ്ങൾക്ക് നല്ലതല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യുന്നതോ നിങ്ങൾ ടൈം ഒരുപാട് ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് ണ്ടെങ്കിൽ ഇത് അതിനെ പറ്റിയിട്ടല്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, ഓർ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്കൊരു ഹാർഡ് വർക്ക് ആവുന്നത്, നിങ്ങൾക്ക് കുറച്ചൊരു ടഫ് ആവുന്നത്, ഇതുപോലൊരു സ്ട്രഗിൾ ആവുന്നത്, ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ, ചില ഡിസിഷൻസ് എടുക്കാൻ നിങ്ങൾക്ക് ടഫ് ആവുന്നത് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില അൺവാണ്ടഡ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആയി പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റോണ്ടായിരിക്കും ചില സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഓക്കെ ഇങ്ങനത്തെ ഒരു പ്ലേസിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വരിക. അതായിരിക്കും നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. ചില പ്ലേസിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക, ചില ബൗണ്ടറീസ് വെക്കുക. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അത് പറഞ്ഞു തരുന്നുണ്ടായിരിക്കണം, ആ ഒരു ഡോറിലേക്ക് നോക്കരുത് എന്നുള്ളത്, ആ ഡോർ ക്ലോസ് ചെയ്ത് വെക്കേണ്ടതാണെന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ പല സിറ്റുവേഷനിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനത്തെ ഒരു വർക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്താലേ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഒരു റൈറ്റ് ഡോറിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുള്ളൂ. റൈറ്റ് ആയിട്ടുള്ള വാതിൽ തുറന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുള്ളൂ. ആൻഡ് ട്രസ്റ്റ് മീ, അത് നിങ്ങൾക്ക് ഒരുപാട് മനസ്സിന് സന്തോഷവും സുഖവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. കാരണം ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ടെംപ്ടേഷൻ നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരുപാട് അഡിക്ഷൻസോ ടെംപ്ടേഷനോ അത് റോങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ ലീഡ് ചെയ്യുന്നതെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതായിരിക്കാം നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്, വർക്കിംഗ് ഓൺ യുവർ സെൽഫ്. കാരണം ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു നല്ലൊരു ഗാർഡിയൻ ആവുന്നുണ്ട്. നിങ്ങൾക്ക് വേറൊരാളും വേണ്ട നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കാനും, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണോ അനുഭവിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഉള്ളത്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് നിങ്ങളെ തന്നെ മനസ്സിലാക്കി ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. മേ ബി നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കാം പല കാര്യങ്ങളും, പക്ഷേ നിങ്ങൾക്കത് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുത്തുന്നുണ്ട്. ആൻഡ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് വരാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഡിവൈൻ ആയിട്ട് ഓക്കെ നിങ്ങൾക്ക് എക്സാക്ട്ലി എന്താണോ വേണ്ടത് അത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്. ഇത് മേ ബി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം കൂടെ ഇല്ല, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യം കൂടെ ഇല്ല. നിങ്ങൾ ചില പ്ലേസിനെ നിങ്ങൾ റൈറ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ ചില പ്ലേസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക ഗ്രൂപ്പ് നമ്പർ 1. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. Hey group number 2, what is next in your life? Let's see group number 2. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ഇനി അടുത്തത്, വാട്ട്സ് ദ ബ്ലെസ്സിങ്സ്, ചേഞ്ചസ്. Group number 2. Group number 2, what's the message for you? Patience, ക്ഷമ. ക്ഷമ കുറച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാവുന്നുണ്ട്. ഓക്കെ, ഓർ എന്തിലാണോ നിങ്ങൾ ഫോക്കസ് ആയിട്ടുള്ളത്, ബി പേഷ്യന്റ്. കാരണം മേ ബി നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വർക്ക് ചെയ്യുന്നത് അത് കുറച്ച് ടൈം എടുത്ത് സംഭവിക്കുന്ന കാര്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വലിയൊരു നേട്ടമായിരിക്കാം ലൈഫിൽ, വലിയൊരു ബ്ലെസ്സിങ്, വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കാം. എക്സാക്ട്ലി ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നും ചിലത് വളരെ സ്ലോ ആയിട്ടാണ് സംഭവിക്കുന്നത്, ഒരു അനക്കം ഉണ്ടാവുന്നില്ല, അനക്കമില്ലാത്ത പോലെ നിങ്ങൾ തോന്നുന്നുണ്ടായിരിക്കണം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യത്തിലും എഫേർട്ട് കൊടുക്കാനും പല കാര്യങ്ങളും ചെയ്യാനും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. സോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് റിയാക്ഷൻ ഒക്കെ ഉണ്ടായാലാണ് നമുക്കൊരു ഓളം ഉണ്ടാവുക അല്ലെ, ലൈഫിനോട് അതിനോടൊക്കെ ഒരു ഇഷ്ടം നമുക്ക് തോന്നുക, ഒരു
എക്സൈറ്റ്മെന്റ് നമുക്ക് തോന്നാം. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ചെയ്യുന്നതോ അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന കാര്യത്തിനോ പ്രത്യേകിച്ചൊരു മൂവ്മെന്റ്സ് നിങ്ങൾക്ക് ഒരു അനക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സാധ്യത കുറവായിരിക്കാം. അതിനർത്ഥം ഒന്നും നിങ്ങൾക്ക് വർക്ക് ആവില്ല എന്നുള്ളതല്ല. ഓൾറൈറ്റ്, ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു ചെടി പ്ലാന്റ് ചെയ്തിട്ട് അതിന്റെ വേരാണ് ആദ്യം പിടിക്കേണ്ടത്, എന്നാലേ അതിന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ സാധിക്കുള്ളൂ, അതിന് ലൈഫ് ഉണ്ടാവുള്ളൂ അല്ലെ. സോ നമുക്ക് മണ്ണിനടിയിൽ അത് എങ്ങനെ ഗ്രോ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കില്ല അല്ലെ. സോ ആ ഒരു ഇനീഷ്യൽ എഫേർട്ട്, ആ ഒരു ഇനീഷ്യൽ പ്രോസസ് നമ്മൾ ട്രസ്റ്റ് ചെയ്യണം, നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും. കാരണം നിങ്ങൾക്ക് അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ ചിലത് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നത് കാണുന്നില്ല എന്നുണ്ടെങ്കിലും അതിനൊരു ലൈഫ് ഉണ്ടാവുന്നുണ്ട്, അതിന് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ലൈഫ് ലോങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇത്ര മാത്രം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു കാര്യം ശ്രമിക്കുന്നുണ്ട്, എന്തിനെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു കാര്യം, ഞാൻ ഈ പറയുന്ന ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. നിങ്ങൾ വലിയൊരു മരമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, പക്ഷെ അത് വളർന്നു വരാൻ, വേരുറയ്ക്കാൻ കുറച്ച് സമയം നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം, ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്കത് അതിന്റെ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എല്ലാം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഒരു കംപ്ലീഷൻ ഉണ്ടാവുന്നുണ്ട്. സോ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നതും ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തുന്നത് വരെ നിങ്ങളുടെ ചെറിയ ചെറിയ എഫേർട്ട് പോലും, ചെറിയ ചെറിയ അറ്റൻഷൻ, ചെറിയ ചെറിയ ഒരു കാര്യങ്ങൾ പോലും വലിയ ഇമ്പാക്ട് കൊണ്ടുവരുത്തുന്നതാണ്, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പ്രോസ്പെരിറ്റി ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 മുന്നോട്ട് വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു മേജർ അച്ചീവ്മെന്റ് ആയിട്ട് നിങ്ങളുടെ ഒരു വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. മേജർ അച്ചീവ്മെന്റ് ആയിട്ട് നിങ്ങളിലേക്ക് മടങ്ങുന്നത് പോലെ. ഓക്കെ, അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങളെ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു ഹോം ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിരിക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വരുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ എല്ലാ ഹാർഡ് വർക്കിനും അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ എഫേർട്ടിനും ഉള്ളൊരു റിസൾട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓൾറൈറ്റ്, സോ അതുവരെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പരിശ്രമിക്കുന്നത് അതിനൊരു മാറ്റവും നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിലും ട്രസ്റ്റ് മീ, അതിൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് റിലേറ്റഡ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സോ ചില ആളുകൾ നിങ്ങൾ മേ ബി കുറെ കാലത്തിന് ശേഷം നിങ്ങളുടെ തറവാട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കോ ഒക്കെ തിരിച്ചു വരുന്നുണ്ട്. നിങ്ങളുടെ അവിടെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, പഴയ ആളുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾ ഒരുപാട് കൺസിഡർ ചെയ്യുന്ന ചില ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. മറ്റുള്ള ആളുകൾ വഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. വളരെ നന്നായിട്ട് ആളുകൾ ട്രീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് വിട്ടുപോയിട്ടുള്ള ചില വഴിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു ടൈം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ട്രാക്ക് വിട്ടുപോയിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു റൈറ്റ് പാത്തിലല്ല, നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു വഴിയിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങളുടെ ലൈഫിന്റെ എന്തെങ്കിലും ഒരു മേജർ എയിമിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്, അത് നിങ്ങൾക്ക് വളരെ വിസിബിൾ ആയിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. സോ കുറച്ചുകൂടി ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര കാലമായിട്ട് എടുത്തിട്ടുള്ള പല കാര്യത്തിനും ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, വളരെ നല്ലൊരു സമയം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, വളരെ ഹോം ആയിട്ടുള്ള ഒരു ഫീലിംഗ്സ്, സേഫ് ആയിട്ടുള്ള ഫീലിംഗ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2. സോ ഇനി നിങ്ങൾ കുറച്ച് സമാധാനമായിട്ട് ഇനി നിങ്ങളുടെ അടുത്ത ഡ്രീം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്ക് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് നിങ്ങൾ എന്തൊരു വലിയൊരു എയിം ഉണ്ട്, അത് എന്തായാലും നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോവാണ്. ആൻഡ് ഇനി നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ, മേ ബി അത് നിങ്ങൾ ഒറ്റയ്ക്ക് വേറൊരു ഡ്രീം നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെ വേറൊരു എയിമിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം, ഓർ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇനി ഒരു പുതിയൊരു ഡ്രീം, പുതിയ സ്വപ്നം കാണാൻ പഠിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ലൈഫിനോട് കുറച്ച് അർത്ഥം തോന്നുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങളൊരു മേജർ കാത്തിരിപ്പ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഫിസിക്കാലിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഓർ മേ ബി ലൈക്ക് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് ഓർ ആർക്കോ വേണ്ടി കുറെ കാലമായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, വർഷങ്ങളായിട്ടായിരിക്കാം. സോ ചില വ്യക്തികൾ കാരണം, അവരുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് കാരണം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ ചില ആളുകൾ ഉണ്ടാവുന്നുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളെ മീറ്റ് ചെയ്യാനും അവരുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും
നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, കാണാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട് പല കാര്യത്തിലും. ആൻഡ് യു ആക്ച്വലി ഡിസേർവ് ഇറ്റ്. ഗ്രൂപ്പ് നമ്പർ 2. സോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മേ ബി ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു പഴയ പ്ലേസിലേക്ക് പോകുന്നുണ്ട്. അത് നിങ്ങളുടെ സ്കൂളായിരിക്കാം, മേ ബി ചില ആളുകൾക്ക് റീയൂണിയൻ പോലത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം. സോ കുറെ കാലത്തിന് ശേഷം നിങ്ങൾ ചില ആളുകളെ കാണാമെന്ന് മാത്രമല്ല, നിങ്ങൾ അതുപോലത്തെ പ്ലേസിൽ വന്നെത്തുന്നുണ്ട്. അത് പഴയൊരു തറവാടായിരിക്കാം, നിങ്ങളുടെ ഫാമിലിക്ക് ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു പ്ലേസോ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് കണ്ടുമുട്ടിയിട്ടുള്ള ചില സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഹോം ഫീലിങ്സ് തരുന്ന ചില സ്ഥലങ്ങൾ. അത് മേ ബി വർഷത്തൊരു പരിചയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് അങ്ങനെ തോന്നിയിട്ടുള്ള ചില സ്ഥലങ്ങൾ കാണാനും, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനും ഉള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. Group number 2, what is next in your life? നിങ്ങളെ മറ്റുള്ള ആളുകൾ നോട്ടീസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കി തുടങ്ങുന്നതായിരിക്കാം. സോ പ്രശസ്തിയൊക്കെ ചില ആളുകൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ മീഡിയ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അവർ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫീൽഡിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് ഒരുപാട് പ്രശസ്തി ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ കഴിവ് നിങ്ങളെ തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് അത് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിന്റെ എന്തെങ്കിലും മേജർ ഇവന്റ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷനിലേക്ക് എക്സാക്ട്ലി വരുന്നതായിരിക്കാം. സോ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ആളുകൾ ശ്രദ്ധിക്കുന്ന ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സക്സസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം സക്സസ്ഫുൾ ആയിട്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പ്രകടമായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് കാണാൻ സാധിക്കും. സോ ഒരു ടൈം വരെ നിങ്ങൾക്കത് വളരെ സ്ലോ ആയിട്ട് പോയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കത് വിസിബിൾ ആവുന്നുണ്ട്. ആ ഒരു മൂമെന്റ്സ് നിങ്ങൾക്ക് അനക്കുണ്ടാവുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ചില ആളുകൾക്ക് നിങ്ങൾ ഇത്ര കാലമായിട്ട് അങ്ങനെയാണ് പോയിട്ടുണ്ടെങ്കിൽ, മുന്നോട്ട് വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് സക്സസ്ഫുള്ളി കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ ആളുകൾ അംഗീകരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ നിങ്ങളുടെ നെയ്ബർ ആയിട്ടുള്ള ചില ഇന്ററാക്ഷൻ ഉണ്ടാവുന്നുണ്ട്, കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷൻ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കാം. അത് മേ ബി നിങ്ങളുടെ ഒരു ജോബ് റിലേറ്റഡോ ഓർ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇവന്റ് സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അടുത്തുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ. സോ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ആയിട്ട് മേ ബി കുറെ കാലത്തിന് ശേഷമായിരിക്കാം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളെ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളെ പറ്റിയിട്ട് പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ മറ്റുള്ള ആളുകൾക്കും സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു സർക്കിളിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾ ഒരു ഗ്രൂപ്പിലേക്ക് വരുന്നുണ്ട്, ഒരു ഫാമിലിയിലേക്ക് വരുന്നുണ്ട്. ചില ആളുകൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, നിങ്ങളെ ചില പ്ലേസിൽ ഫാമിലി ഉണ്ടാക്കിയെടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. ചില കൺട്രിയിലായിരിക്കാം. സോ നിങ്ങൾ വേറെ കൺട്രിയിൽ പോകണം, സെറ്റിൽ ആവണം, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ വേറെ കൺട്രിയിലോ വേറെ പ്ലേസിലോ വേറെ കൾച്ചറിന്നോ വേറെ സ്ഥലത്തുനിന്നോ, നിങ്ങൾ എവിടെയാണോ അവിടുന്ന് മാറിയിട്ടുള്ള ദൂര സ്ഥലത്തുനിന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് മാറിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫാമിലി ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ അവിടെ അത് ലൈക്ക് നിങ്ങളൊരു കല്യാണം കഴിക്കുക അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് വരിക എന്നുള്ളത് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ ഫാമിലീസിനെ മീറ്റ് ചെയ്യാന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾക്ക് അങ്ങനെ ഹോം ഫീലിങ്സ് ഫാമിലി ആയിട്ട് തോന്നുന്ന ആളുകളുടെ കൂടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷനിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, എക്സാക്ട്ലി. സോ വേറെ കൺട്രിയിലേക്ക് പോവാം. ഓക്കെ, വേറെ ആളുകളായിട്ട് ഫാമിലി ആയിട്ട് തോന്നേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ആളുകളായിരിക്കാം, പക്ഷെ ചില ആളുകൾ നമുക്ക് വലിയൊരു ഹോം ഫീലിങ്സ് ഉണ്ടാവും. ചില ആളുകളെ കാണുന്ന സമയത്ത്, അല്ലെ ചില സ്ട്രേഞ്ചേഴ്സിനെ കാണുന്ന സമയത്തും ഒക്കെ നമുക്ക് നല്ല പരിചയമുണ്ട്, നമ്മുടെ നല്ലൊരു സുഹൃത്താണെന്നൊക്കെ തോന്നുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവും. സോ അങ്ങനത്തെ ചില റീയൂണിയൻസ് സംഭവിക്കുന്നുണ്ട്. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ റീയൂണിയൻ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് ഏതൊക്കെയോ രീതിയിൽ സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കുറെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ചില ആളുകളെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനൊക്കെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, റീകൺസിലിയേഷൻ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ഒരു ടൈമിൽ നിങ്ങൾ ഡിസ്കണക്റ്റഡ് ആയിട്ട് നിന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ,
ഒരു ടൈമിൽ നിങ്ങൾക്ക് ഡിസ്കണക്ട് ആയിട്ട് തോന്നിയിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കണം, ആളുകളോ സിറ്റുവേഷനോ നിങ്ങൾക്ക് നഷ്ടമായി പോയി, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോയി, ചില കണക്ഷൻസ് നിങ്ങൾ വിട്ടുപോയി, ചില ആളുകളെ നിങ്ങൾ വിട്ടുപോയി, ചില സ്ഥലങ്ങൾ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2. സോ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതിന്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പല ടാലന്റും മനസ്സിലാക്കുന്നുണ്ട്. സോ ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് തോന്നാണ് ചില പ്ലേസിലൊക്കെ നിങ്ങൾ വളരെ ഡൗൺ ആയി പോയി, നിങ്ങൾ കുറച്ച് പിറകോട്ടായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഈക്വൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരേ ലെവലിലുള്ള ആളുകള് നിങ്ങളെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ ലൈക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കമ്പാരിസൺ ഓർ നിങ്ങൾ കുറച്ച് പിറകിലായി പോയി എന്ന് തോന്നുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് ട്രസ്റ്റ് മീ നിങ്ങൾ ഒപ്പം എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് എത്തുന്നുണ്ട്. ഇത് നിങ്ങളുടെ ലൈഫിൽ മാർക്ക് ചെയ്ത് വെക്കൂ. ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ചില കാര്യത്തിൽ തുല്യത ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് നിങ്ങളുടെ ലൈഫില്. നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ വരുന്ന സമയത്ത്, നിങ്ങളുടെ ഫാമിലിയിൽ വരുന്ന സമയത്ത്, മേ ബി ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ ഉണ്ടായിരിക്കാം, പാർട്ടീഷൻ പോലത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ. അതുകൊണ്ടായിരിക്കാം മേ ബി ചില ആളുകൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഗ്യാദർ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ആളുകൾ അംഗീകരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആളുകൾ മാത്രമല്ല, നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് പ്രോഗ്രസ് ഇല്ല എന്ന് തോന്നിയിട്ടുള്ള കാര്യത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട്, പ്രോഗ്രസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ടൈമിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ ഒരുപാട് റീകണക്ട് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇത്ര കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ചിട്ടുള്ളതോ നിങ്ങൾക്ക് കണക്ഷൻ വിട്ടുപോയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് കാണാനും ഒരു ഹോം ഫീലിങ്സിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ചില ആളുകൾ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കുറെ വർഷങ്ങളായിട്ട് കാണാതെ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. സോ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ചില ആളുകള്, സിറ്റുവേഷൻസ്, അങ്ങനത്തെ എക്സ്പീരിയൻസ് ലവ് റിലേഷൻഷിപ്പിൽ മാത്രം എന്നുള്ളതല്ല, അങ്ങനത്തെ എക്സ്പീരിയൻസ് നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറെ കൾച്ചറായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട് ചില ആളുകൾക്ക്. സോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വേറെ കൺട്രിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഫൈനലി അത് മേ ബി നിങ്ങളുടെ വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കണം. നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരിക്കണം പുറത്തേക്ക് പോവാൻ, വേറെ കൺട്രിയിലേക്ക് പോവാൻ. ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹേ ഗ്രൂപ്പ് നമ്പർ 3, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ഓർ ചേഞ്ചസ്? ഗ്രൂപ്പ് നമ്പർ 3, ലെറ്റ്സ് സീ. ഗ്രൂപ്പ് നമ്പർ 3, what is next in your life? What's next in your life? Group number 3. So നിങ്ങൾ ആരുടെ അടുത്തെങ്കിലും എന്തെങ്കിലും ഒരു റെസ്പോൺസ്, അപ്രൂവൽ ആയിരിക്കാം വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്, റെസ്പോൺസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട് മുന്നോട്ട് വരുന്ന സമയത്ത്, എസ്പെഷ്യലി ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളൊരു സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഒരു പെയിൻ, ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് ട്രയാങ്കിൾ സിറ്റുവേഷനിലായിരിക്കാം, അത് ഈവൻ ഇൻ റിലേഷൻഷിപ്പ്. ഓക്കെ, സോ നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം, ഓർ അത് ഈവൻ ചില ആളുകൾക്ക് വർക്ക് പ്ലേസ് ആയിരിക്കാം. റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കമ്മ്യൂണിക്കേഷനിലേക്ക് വരാന്ന് പറയുന്നത് വീണ്ടും നിങ്ങൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എക്സിസ്റ്റ് ചെയ്ത് നിന്ന് പോവാ എന്നുള്ളതല്ല. സോ നിങ്ങൾക്ക് അതിലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലാരിറ്റി ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ആൻഡ് റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ്. പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ഇമോഷൻസ്, സ്നേഹം നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് ഇത് പുതിയ കാര്യങ്ങളാണ്, പുതിയ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ പെയിൻ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്ത് മനസ്സിലാക്കി ഹീൽ ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾ അക്നോളജ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താന്നുള്ളത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3 ഇമോഷണലി വളരെ ഫുൾഫിൽഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഫൈനലി നിങ്ങൾ എവിടുന്നോ ഇറങ്ങി ഓടുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ലൈക്ക് നിങ്ങൾ കഴിഞ്ഞു, നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി പുറത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, എൻഡ് ആക്കുന്നുണ്ട്, നിങ്ങളായിട്ട് ചില ചാപ്റ്റേഴ്സ് ക്ലോസ് ചെയ്യുന്നുണ്ട്.
റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ഫൈനലി ലൈക്ക് നിങ്ങൾക്ക് വളരെ നല്ലൊരു നോട്ട് ഉണ്ടാവുന്നുണ്ട്. ഏഞ്ചൽസ് നിങ്ങളെ വാച്ച് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ഹിയറിംഗ്. ടിപ്പ് നമ്പർ 3, നിങ്ങൾക്ക് വലിയൊരു ക്ലാപ്പ് ഉണ്ടാവുന്നുണ്ട്. ടിപ്പ് നമ്പർ 3, നിങ്ങൾക്ക് ആക്ച്വലി ലൈക്ക് യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, ഐ ഡോണ്ട് നോ വാട്ട്, പക്ഷെ എന്തൊരു കാര്യം നിങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്രീഷിയേറ്റ് ഇറ്റ്. കാരണം നിങ്ങൾ വലിയൊരു ധൈര്യത്തോട് കൂടിയിട്ട് ചില ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ചാലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഇനി ചില കാര്യത്തിലേക്ക് വരുന്ന സമയത്ത്, ചില ആക്ഷൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആക്ച്വലി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ നിങ്ങളുടെ സ്നേഹമോ നിങ്ങളുടെ ഇമോഷൻസോ നിങ്ങൾ ഒരുപാട് സ്പോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഫ്ലോ, നിങ്ങൾ ചെയ്യുന്ന ചില കാര്യത്തിന്റെ ഒരു ഫ്ലോ എങ്ങോട്ടാണ് ഉള്ളത്, അത് റൈറ്റ് ആണോ സംഭവിക്കുന്നത്, ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഓരോ ആക്ഷൻസ് നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, അത് നിങ്ങൾക്ക് ലൈഫിന്റെ പല ഏരിയാസിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വലിയൊരു ബെനിഫിറ്റ്സ് ഇല്ലാത്തൊരു വർക്ക് പ്ലേസ് ആയിരിക്കാം, നിങ്ങൾ ഒരുപാട് മാറാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലേസ് ആയിരിക്കാം, ജോബ് ആയിരിക്കാം, നിൽക്കുന്ന ഒരു പ്ലേസ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം. ആൻഡ് ഫൈനലി നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തിട്ട് അതിന് പുറത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻസോ നിങ്ങളുടെ സ്റ്റേറ്റസോ ഒന്നും നിങ്ങൾ നോക്കുന്നില്ല. നിങ്ങളുടെ ഒരു മനസ്സിന്റെ ഒരു സമാധാനമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത്. ആൻഡ് അത് നിങ്ങളുടെ ലൈഫ് ഒരുപാട് മാറ്റിമറിക്കാൻ പോവാണ്. ആൻഡ് മേ ബി ലൈക്ക് നിങ്ങൾ അങ്ങനത്തെ ചില ഡിസിഷൻസ് എടുത്തിട്ടായിരിക്കാം നിങ്ങൾ പുതിയ കാര്യത്തിലേക്ക് ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് ഓൾറെഡി റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല ഇത്ര കാലമായിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ലൈക്ക് നിങ്ങൾ വാച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങൾ ചില ആക്ഷൻസ് എടുത്തിട്ട് വേണം നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചില സ്പേസ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫിൽ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ അങ്ങനെ എന്തൊരു ആക്ഷൻസ് ഫൈനലി എടുക്കുന്നുണ്ട്. സോ ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് നിങ്ങൾ ലീഡ് ചെയ്യുന്നത്. റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. എക്സാക്ട്ലി. സോ എന്തെങ്കിലുമൊക്കെ അപ്രൂവൽ, കമ്മ്യൂണിക്കേഷൻ, ക്ലാരിറ്റി ഒക്കെ വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുകയാണ് ചില ഓപ്പർച്യൂണിറ്റീസ് ഇനി നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് തോന്നുന്ന പ്ലേസിൽ നിങ്ങൾക്ക് മീൻസ് ലൈക്ക് ചില കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്. സോ നിങ്ങൾ ഓൾറെഡി ഗിവ് അപ്പ് ചെയ്ത സിറ്റുവേഷനിൽ വീണ്ടും പോയി നിൽക്കാനല്ല പറയുന്നത്. ചില ആക്ഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട് ആൻഡ് ഫൈനലി നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചില സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇത്ര കാലമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളത് പോലെ ആയിരിക്കില്ല. സോ ചിലത് നിങ്ങൾ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള അപ്രോച്ച് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, റൈറ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, മേ ബി നിങ്ങളായിട്ട് എടുക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, തീരുമാനങ്ങൾ ഉണ്ടായിരിക്കണം, ആക്ഷൻസ് ഉണ്ടായിരിക്കണം. പക്ഷെ ചില ആളുകൾക്ക് ലൈക്ക് സഡൻ ആയിട്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ചില ചേഞ്ചസ്, ചില റിയലൈസേഷൻ സംഭവിക്കുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് ചില പ്ലേസിൽ നിൽക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. സഡൻ ആയിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ചസ് സംഭവിച്ചു, സഡൻ ആയിട്ട് ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, സഡൻ ആയിട്ട് ചില ജോബിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് അതോട് കൂടിയിട്ട് എല്ലാം എൻഡ് ആവില്ല. അവിടുന്നാണ് നിങ്ങൾക്ക് സ്പേസ് ഉണ്ടാവുന്നത് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇത്ര കാലമായിട്ട് ചില ആളുകൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓവറായിട്ട് നിങ്ങൾ എന്തൊരു കാര്യത്തിൽ എഫേർട്ട് ഓർ ടെൻഷൻ അടിക്കുന്നുണ്ടായിരിക്കണം, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കെയർ ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. സോ അതിനൊക്കെ ഒരു കൺക്ലൂഷൻ സിറ്റുവേഷനിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ചില കാര്യങ്ങള് എൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എക്സാക്ട്ലി നിങ്ങൾ ചില സ്പേസ് ഉണ്ടാക്കുകയാണ്. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ റൈറ്റ് സ്പേസ് ഉണ്ടാക്കുകയാണ്, ചില കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു ബ്രാൻഡ് ന്യൂ സിറ്റുവേഷനിലേക്ക് വരുന്നത് പോലെ. അവിടെ ഇത്ര കാലം നിങ്ങൾ എന്താണ് യൂസ്ഡ് ആയിട്ടുള്ളത്, എന്തിലാണോ നിങ്ങൾ ജീവിച്ചിട്ടുള്ളത്, അങ്ങനെയല്ല നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. എല്ലാം പുതിയതാണ്. ഇത്ര കാലമായിട്ട് നിങ്ങളൊരു പഴയ വീട്ടിലാണ്, പഴയ കാര്യങ്ങൾ, പഴയ സാധനങ്ങൾ അങ്ങനെ നിന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു ബ്രാൻഡ് ന്യൂ സിറ്റുവേഷനിലേക്ക് വരാണ്. അത് ഈവൻ ചില ആളുകൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജോബിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വെൽ ഡ്രസ്ഡ് ആവുന്നതായിരിക്കാം, ഓർ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇവന്റിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ അപ്പിയറൻസിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ ഡ്രസ്സിങ്സിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യുന്ന എന്തൊരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ എന്തോ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് അതിൽ ഉണ്ടാവുന്നുണ്ട്.
ഫിസിക്കലി നിങ്ങൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കാണുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, നിങ്ങൾക്ക് മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പുതിയ ജോലി, പുതിയ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, പുതിയ ഇൻകംസ്, പുതിയ പ്ലേസ്, പുതിയ ലവ്, പുതിയ പേഴ്സൺ, എവറിത്തിങ് ഇസ് ന്യൂ. നിങ്ങൾ അതിലേക്ക് വരണം, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. മേ ബി നിങ്ങൾ കുറെ കാലമായിട്ട് നിങ്ങളുടെ ഒരു പഴയ അവസ്ഥയിൽ തന്നെയായിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കറിയാം പഴയ അവസ്ഥ അത്ര നല്ലതല്ല. അത് നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഓൾറെഡി എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പഴയ അവസ്ഥ അത്ര ഒരു നല്ലതായിട്ട് കാണുന്നില്ല. നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻ. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ലൈക്ക് അതിൽ എന്തൊക്കെയോ ഒരു ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ടിപ്പ് നമ്പർ 3, what you need to hear. What is next in your life? Tip number 3. Sacrifice. Exactly. So ചില കാര്യങ്ങൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്താലേ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടാവുള്ളൂ, പുതിയ കാര്യങ്ങൾ വരുള്ളൂ, പുതിയ ഫീലിങ്സ് ഉണ്ടാവുള്ളൂ, പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ, പുതിയ സ്നേഹം വരുള്ളൂ, പുതിയ ഇൻകം വരുള്ളൂ. കാരണം നിങ്ങൾക്ക് അവിടെ സ്നേഹം ഉണ്ടാവുന്നുണ്ട്, ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്, പ്രോസ്പെരിറ്റി ഉണ്ടാവുന്നുണ്ട്, പുതിയ കാര്യം. എക്സാക്ട്ലി നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളാണ് ലൈഫിൽ സംഭവിക്കുന്നത്. പുതിയ പേഴ്സൺ. പ്ലീസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനെ വലിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ വലിയൊരു സന്തോഷമോ സമാധാനമോ കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ വിടാനുള്ള ഒരു കറേജ് നിങ്ങൾക്ക് ഉണ്ടാവണം. എസ്പെഷ്യലി നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ സാക്രിഫൈസ് ഇറ്റ്. കാരണം നിങ്ങളുടെ ശരീരത്തിന് കുറെ ബ്രൈറ്റ്നസ് ഉണ്ടാവുന്നുണ്ട്, വെളിച്ചം ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് പ്രത്യേകതകൾ കാണാൻ സാധിക്കും. സോ ചില ആളുകൾ നിങ്ങളുടെ ബോഡി വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആവുന്നതായിരിക്കാം. നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ സ്കിൻ ഒരുപാട് ബ്രൈറ്റൻ ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സ്കിൻ, ഹെയർ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് സൈൻ ഉണ്ടാവുന്നുണ്ട്, ഡിവൈൻ സൈൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് റെയിൻബോസ് ആയിരിക്കാം. ഓക്കെ, ഓർ ഫ്ലവേഴ്സ്, മണി ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡിവൈൻ സൈൻ ആണ്. സോ ചെറിയ ചെറിയ ഇൻകംസ് പോലും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. എസ്പെഷ്യലി അൺഎക്സ്പെക്ടഡ് ഇൻകം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങൾക്ക് ക്യാഷ് തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നതായിരിക്കാം, ഓർ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇൻകം കിട്ടുന്നതായിരിക്കാം. Be grateful for that. It's all a confirmation for you, group number 3. Trust the universe. കാരണം ഈ ഒരു ജേർണിയിൽ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത് ഡിവൈൻ ആണ്. ഓക്കെ, വേറൊരു അഡ്വൈസ് ഒന്നുമല്ല. നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഒരു കമ്പനി നിങ്ങൾ ആസ്വദിക്കേണ്ടത് ഡിവൈൻ ആയിട്ടാണ്, ഗോഡ് ആയിട്ടാണ്, ഏഞ്ചൽസ്. ഓർ നിങ്ങളായിട്ട് തന്നെ എൻജോയ് ചെയ്യാം. ടിപ്പ് നമ്പർ 3. ടിപ്പ് നമ്പർ 3. ചില കാര്യങ്ങൾ മിറർ ആയിട്ട് സംഭവിക്കുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 3. 12 and 21. സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ചിലത് ചെയ്യാതെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കിട്ടുന്നില്ല. നിങ്ങൾ ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, എന്നാലേ ഡിവൈന് വോക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ ചില ആക്ഷൻസ് ഉണ്ടാവണം ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നിങ്ങളിലേക്കായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള, നിങ്ങളുടെ ബെനിഫിറ്റ്സിലേക്കായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഹാവ് ദി കറേജ് ടു ഗീവ് അപ്പ് സംതിങ്, ഹാവ് ദി കറേജ് ടു ലെറ്റ് ഗോ ഓഫ് സംതിങ്. എന്തോ ഒരു കാര്യം നിങ്ങൾ വിട്ട് കളയേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി ലൈക്ക് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലൊക്കെ വരുന്ന സമയത്ത്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ബിക്കോസ് യു ഡിസേർവ് ബെറ്റർ. എസ്പെഷ്യലി നിങ്ങൾ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഓർ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, ഓർ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഓർ പ്രോപ്പർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതല്ല ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വിട്ട് കളയാനുള്ള ഒരു കറേജ് നിങ്ങൾ എടുക്കുമോ? കാരണം നിങ്ങൾക്ക് ഓൾറെഡി റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡോറിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ അത് തുറന്നു പോയി എടുക്കേണ്ട ആവശ്യമുള്ളൂ. സ്നേഹം ഉണ്ടാവുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ജോബിന്റെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് അത് കിട്ടുന്നത്. കാരണം നിങ്ങളുടെ ഒരു ആക്ഷൻസ് വന്നാലേ ഡിവൈൻ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഗ്രൂപ്പ് നമ്പർ 3. Tip number 3, this is a message for you. Fulfillment of wishes and victory and success. Okay, ഇത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുള്ളതാണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ വാതിൽക്കൽ വന്ന് മുട്ടുന്നത് പോലെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. ഇത് വളരെ തൊട്ടടുത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ലൈഫ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഓൾറെഡി ഓഫർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വരിക, നിങ്ങൾ അതിൽ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ്, കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്.
പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങൾ റൈറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കുറെ കാലമായിട്ട് കാത്തിരുന്നിട്ടുള്ള ചില കാര്യങ്ങള് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ അത് കണക്ട് ചെയ്യുന്നില്ല. നിങ്ങളുടെ ശ്രദ്ധ വേറെ എന്തിലോ ആണ് പോകുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഓർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻസ് എടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ജസ്റ്റ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാത്ത ചില കാര്യത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ടൈം കൊടുക്കാതിരിക്കോ, നിങ്ങളുടെ എഫേർട്ട് കൊടുക്കാതിരിക്കോ. നിങ്ങൾ മറ്റുള്ള ആരെങ്കിലും ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. കാരണം നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 3 ചില ആളുകൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലോക്കേജ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ പേഴ്സണലി എടുക്കാതിരിക്കുക, ഹേർട്ട് ആവാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കലി കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇമോഷൻസ് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. പ്രോപ്പറായിട്ട് ഉറങ്ങുക, സ്ലീപ്പിംഗ് ഹാബിറ്റ് കൊണ്ടുവരിക. ഗ്രൂപ്പ് നമ്പർ 3 അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.